പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന? അന്ന് ആന്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇപ്പോഴും തോന്നലേ ഉള്ളൂ, വിശ്വാസമായില്ല അല്ലേ? പ്രഭാവതി രൂപയെന്ന് ആർക്കും കൊടുക്കണ്ട. ശേഖരൻകുട്ടി ചോദിച്ചാലേ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. കുട്ടിക്ക് നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ശേഖരൻകുട്ടിയുടെ കാര്യത്തിലെ പ്രഭ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. എന്റെ മോള് രേണുവിനെ കണ്ട് പഠിക്കണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും പ്രേമേന്ദ്രൻ ഭാര്യയുടെയും ഭാര്യയുടെ വീട്ടുകാരുടെയും കൺട്രോളിലാണെന്ന്. ശരിയാ, ഒരു പരിധി വരെ. അതുകൊണ്ട് എന്താ, അവർക്കൊരു ലൈഫ് ഉണ്ടായി. ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നടത്തി ആ വീട്ടുകാരുടെ പിന്നാലെ അവൻ നടന്നേനെ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മോൻ മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. ഒരു കോടീശ്വരിയെ തന്നെയാ അവന് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ക്ഷണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ പണം കയ്യിൽ വെച്ച് കളയണ്ട, എന്നെ ഏൽപ്പിച്ചാ മതി. 1 വർഷം കൊണ്ട് ഡബിൾ ആക്കി ഞാൻ തിരിച്ചു തരാം. എന്തിനാ പ്രേമന്റെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നത്? അവൾ അത് അറിഞ്ഞു പ്രവർത്തിക്കട്ടെടി. പ്രേമേന്ദ്രനെ ഇവിടെ കൂട്ടിലിട്ടതുപോലെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ മിടുക്ക. ഇന്ന് അവൻ അമ്മയില്ല, ബന്ധുക്കളില്ല. എല്ലാരെയും തെറ്റിപ്പിരിച്ചെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാമോ? അതിരിക്കട്ടെ, പ്രേമന്റെ വീട്ടുകാരെ ക്ഷണിക്കണ്ട അമ്മേ. ആ ദരിദ്രവാസികൾ വരണ്ട. വന്നാലേ വീണ്ടും പ്രേമേന്ദ്രന്റെ മനസ്സ് മാറിയാലോ? വേണമെങ്കിലേ അവന്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്ഷണക്കത്ത് അയച്ചേക്ക്. വന്നാ വരട്ടെ. നമ്മള് മനഃപൂർവ്വം വിളിക്കാതിരിക്കുകയാണെന്ന് ഇതോടെ ടീച്ചർക്ക് മനസ്സിലാവും. നീ മറന്നില്ല അല്ലേ? അപേക്ഷിക്കാനുള്ള അർഹത പോലും ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും പറയരുത് മോനെ. കഴുത്തിലൊരു തൊടലിട്ട് പൂട്ടിയിട്ടില്ലെന്ന് മാത്രം. അവരുടെ പിന്നാലെ ആ കോലത്തിലാ. എല്ലാം അവസാനിപ്പിച്ചു പോന്നാലോന്ന് വരെ ഞാൻ ആലോചിച്ചു. നിന്റെ ഭാര്യയെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എന്റെ മോൻ ചെയ്യണ്ട. നീ വീട്ടിലേക്ക് വാ. വേണ്ട, കുഞ്ഞുപെങ്ങളുടെ കല്യാണത്തിനും പെറ്റമ്മയുടെ പിറന്നാളിനും എത്താത്തവര് അങ്ങോട്ട് കയറണ്ട. ബാലേന്ദ്ര, ഇവിടെ കാത്തുന്നത് അമ്മയെ കാണാനുള്ള മോഹം കൊണ്ടല്ലെന്നറിയാം. പിന്നെന്താണാവോ വിശേഷിച്ച്? മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്കാനായിട്ട് ബന്ധുവീട്ടിലെ കല്യാണം ക്ഷണിക്കാൻ വഴിയോരത്ത് കാത്തുന്ന മോൻ. കൊള്ളാം, നല്ല നാട്ടു നടപ്പ്. ഇതും അവര് പഠിപ്പിച്ചു തന്നാണോ അതോ അവരറിയാതെ വന്നതോ? അവിടെ ആരാ ക്ഷണിക്കാനും പോകാനും ഒക്കെ ഉള്ളത്? ഓ, ഞാനത് മറന്നു. അപ്പൊ അവിടുത്തെ ആളല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ക്ഷണിക്കും. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. കല്യാണം വരുന്ന ഞായറാഴ്ച 26-ാം തീയതി. എല്ലാവരും വരണം, വരാതിരിക്കരുത്. വരണം. ലോങ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്. മനസ്സിലായില്ലേ? ഇത് ശേഖരൻകുട്ടി, നാഷണൽ എക്സ്പോർട്ടിന്റെ MD-യാ. പ്രേമേന്ദ്രന്റെ ബ്രദറിലാണ്. നമസ്കാരം. രേണുവിന്റെ ഹസ്ബൻഡ് ചെയ്യുന്നു, ഫോട്ടോഗ്രാഫറാ. അതെ അതെ അതെ, സിനിമയിലെ വലിയ ഫോട്ടോഗ്രാഫറാ. ശാലം, പ്രേമേന്ദ്രന്റെ അമ്മയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഗോപാല, ഇന്നേറ്റ് ചെയ്യാത്ത പലരും കയറി വരും. നോക്കിയും കണ്ടു വേണം അകത്ത് വിടാൻ കേട്ടോ. ഒളിച്ചു പറഞ്ഞാണെന്ന് മനസ്സിലായില്ലേ? എന്തിനാ അമ്മ ക്ഷണിക്കാതെ വന്നത്? നിങ്ങളെ പ്രേമേന്ദ്രനെ വിളിച്ചു. ഞങ്ങളുടെ അടുത്ത് ക്ഷണക്കത്തും കിട്ടിയിരുന്നു. എല്ലാരും എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ, വരൂ. വേണു, കണ്ടില്ലേ, ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതാ. പിന്നെ ആരെയും ക്ഷണിക്കാതെ വന്ന കാര്യം ഇവര് പറയുന്നത്? അതെ, എന്റെ ഭാര്യയുടെ കുറെ ബന്ധുക്കൾ അലവലാദികളായിട്ട് പുറത്തു നിൽപ്പുണ്ട്. അവര് കയറി വന്നാ കയറ്റി വിടണ്ടെന്നാ പറഞ്ഞത്. ശംഖു, പോയി ഫുഡിന്റെ കാര്യമൊക്കെ നോക്കൂ. ഇത് കണ്ടിട്ട് എനിക്ക് മണ്ണിരേ ഓർമ്മ വരുന്നു. എനിക്ക് ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്നു. ഇതിന്റെ പേരെന്താ? കൊള്ളാം. മുത്തശ്ശേരി വന്നേ. അവസാനം കഴിച്ചാ മതി, വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. ഞാൻ ഇതുവരെ വലിയ വലിയ ആൾക്കാരുടെ കല്യാണത്തിലൊന്നും പോയിട്ടില്ല. നാട്ടില് നാക്കലായിട്ട് സദ്യ വിളമ്പും. ഞാനതൊരു പിടിപിടിക്കും. ഇവിടെ ഉണ്ടാക്കിയതൊന്നും തിന്നാൻ പോലും എനിക്കറിയില്ല. ഞാൻ കാരണം അവർക്ക് മോശമായില്ലേ? എന്റെ മുത്തശ്ശ, ഇവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 എണ്ണം വീശണം. അപ്പൊ ഒരല്പം തൊലിക്കട്ടി കിട്ടും. ഞാനും കൂടാ. പിടിച്ചേ.
and gentlemen, I am Sharankutti, Managing Director of National Exports. കൂടുതൽ എന്ത് പറയാനാ? ഞാൻ രണ്ടെണ്ണം വീശിയിട്ടുണ്ട്, ക്ഷമിക്കണം. നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ സ്വയം പരിചയപ്പെടുത്തിയത്. ഇവിടെ പ്രേമേന്ദ്രന്റെ അമ്മായിയമ്മ, ഓ എന്താ അവരുടെ പേര്, ഒരു വല്ലാത്ത വിശാലാക്ഷി. വിശാലം, മിസ്സസ് വിശാലം. ഓ മിസ്സസ് വിശാലം. അവരിവിടെ പലരെയും പരിചയപ്പെടുത്തുന്നതും സ്വീകരിക്കുന്നതും കണ്ടു. പക്ഷെ മനഃപൂർവ്വം ഒരാളെ മറന്നു, എന്റെ അമ്മായിയമ്മേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ അമ്മായിയമ്മ ഇവിടെ പരിചയപ്പെടുത്തേണ്ട പ്രസക്തി എന്താണെന്ന്. ഈ പൊടി, എന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞത് നിന്റെ അമ്മയാ. നിന്റെ അമ്മയെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് അഭിമാനമാ, നാണക്കേടല്ല. ഈച്ചറമ്മ, ഈച്ചറമ്മ എവിടെ? ഈച്ചറമ്മോ, ഈച്ചറമ്മേ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് വന്നേ. കേരളത്തിലെ ഏറ്റവും നല്ല മാതൃകാ അധ്യാപികയ്ക്കുള്ള ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ മഹത് വ്യക്തിയാ ഈ നിൽക്കുന്ന ശാരദ ടീച്ചർ. എന്റെ അമ്മായിയമ്മ അല്ല, എന്റെ അമ്മ. ഈ വേദിയിൽ ഗോൾഡ് മെഡൽ വാങ്ങിയ വേറെ ടീച്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോ ഇവിടുത്തെ വിശിഷ്ടാതിഥി ഇവരല്ലേ? ഇവരെ മാനിക്കാത്തത് തെറ്റല്ലേ? നമ്മുടെ സ്റ്റില്ലെന്തിയെ? ഞാനിവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. അയാൾ പറഞ്ഞോണ്ട് ഫോട്ടോ എടുക്കാൻ. ഫോട്ടോഗ്രാഫർ നല്ല ഒന്നാന്തരം ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ വരുന്നത്. ദുരഭിമാനത്തിന്റെ പേരിൽ സ്റ്റുഡിയോ വരെ പൂട്ടിച്ചിട്ട് ഇപ്പൊ വീട്ടിലിരുത്തിരിക്കുക. അടിച്ച പണി മറക്കണ്ടോ, ഒരെണ്ണം എടുത്തോ. പിന്നൊരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ ഉണ്ടാക്കുമെങ്കിലും ഞങ്ങൾ കുടുംബക്കാരൊന്നാണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ 4 അമ്മായിയമ്മമാരുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവസാനിപ്പിക്കാനും വേണ്ടി വന്ന 2 എണ്ണം കൊടുക്കാനും പ്രാപ്തിയുള്ള അമ്മായിയമ്മമാർ. ആശാനിയമ്മേ ഒന്ന് വന്നേ. നാരായണിയമ്മേ വന്നട്ടെ. വിശാലാക്ഷമ്മേ വന്നട്ടെ. എല്ലാരും ഒന്ന് വന്നേ, ഒന്നിച്ചൊന്ന് നിന്നേ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇനി ഇങ്ങനെ ഒന്നിച്ചൊന്നൊരു ഫോട്ടോ എടുക്കാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഇതോടെ എല്ലാം തെറ്റിപ്പിരിയുന്നാ തോന്നണത്. അമ്മേ 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 ഒന്ന് നിന്നേ. സെപ്പറേറ്റ് എടുക്കാം. ആദ്യം ഇതെടുക്ക്. സുലോചന എപ്പോ വന്നു? മോളെ, അമ്മായി എപ്പോ വന്നു? കല്യാണമൊക്കെ കേമായിട്ട് നടന്നല്ലേ? രഘുവേട്ടന്റെ പെണ്ണ് സുന്ദരിയാണെന്ന് ഞാൻ അറിഞ്ഞു. വന്ന പാടെ അങ്ങോട്ട് വരണമെന്ന് കരുതിയതാ. അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്. മോളെ, രഘുവിന്റെ ഭാര്യയായിട്ട് എന്റെ മനസ്സിൽ ഒരു മുഖയുള്ളൂ, അത് നീയാ. ഞാനും ആശിച്ചു. ദേ ഇതൊക്കെ കണ്ടോ? എന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഗൾഫിൽ നിന്ന് മടങ്ങുമ്പോ ഞാൻ ഇനി തിരിച്ചു പോകില്ലെന്ന് കണക്ക് കൂട്ടിയിരുന്നതാ. രഘുവേട്ടനത് ഇഷ്ടമല്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് ജോലി റിസൈൻ ചെയ്തില്ല. അതുകൊണ്ടിപ്പോ ഗുണമുണ്ടായി. തിരിച്ചു പോകാലോ. മോളെ നീ വേണ്ടമ്മായി. പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കല്യാണമൊക്കെ കഴിച്ച് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാന്നല്ലേ? എന്റെ മോഹമൊക്കെ തീർന്നു എന്ന് കരുതി സങ്കടം കൊണ്ട് ആത്മഹത്യ ഒന്നും ചെയ്യില്ല കേട്ടോ. മോളെ, ഈ വാച്ച് രഘുവേട്ടന് കൊടുക്കണം. ഒരു ചെറിയ ഗിഫ്റ്റ്. ഈ സുലോചന സന്തോഷത്തോടെ തന്നതാണെന്നും പറയണം. രഘുവിന്റെ ഭാര്യയായിട്ട് നീ തന്നെ എന്റെ വീട്ടിലേക്ക് വരും. ഒന്ന് തലയെത്തി വീണു. ഞാൻ ആ ഡോക്ടർ ഗിരിജയെ ഫോൺ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. രണ്ടുപേരും മുത്തശ്ശനും മുത്തശ്ശിയാവാൻ തയ്യാറായിക്കോ. ആ കുട്ടി ഗർഭിണിയാണ്. ഇങ്ങ് വന്നേ. മായയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. തൽക്കാലത്തേക്കുള്ള മരുന്നുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഹം അധികം അനങ്ങരുത്. ഒരു ജോലിയും ചെയ്യാൻ അനുവദിക്കണ്ട. നാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം. വിശദമായ ചെക്കപ്പ് ചെയ്യാനാ.
ടാക്സി പിടിച്ചുകൊണ്ടുവന്നാ മതി. എന്റെ നോട്ടത്തിൽ നിങ്ങളുടെ രഘുമോന് ഒരു 5 ലക്ഷവും 100 പവനും ഒരു മാരുതി കാർ ആര് കണ്ടാലും കൊടുക്കും. കുറച്ച് കാശ് കിട്ടിയ കൈപ്പ് ഇല്ലല്ലോ. പെണ്ണ് ഗർഭിണിയായ പിന്നെ ഒന്നും നടക്കുന്നു വിചാരിക്കണ്ട. നിങ്ങൾ ബുദ്ധിപൂർവം കരുക്കൾ നീക്കിയാൽ നല്ല ഒരു തുക മേടിക്കും. അമ്മ എന്താ ഇഷ്ടത്തിരുന്ന് ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിനക്കൊരു കുഞ്ഞുണ്ടായ എങ്ങനെ വളർത്തണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ആ പിന്നെ രാവിലെ ഒരിക്കോ നമുക്ക് നാളെ ആശുപത്രി വരെ പോണം. നിർത്ത്. ഇതിലെ എങ്ങോട്ടാ പോണത്? ആശുപത്രിയിലേക്ക്. ആ 5 രൂപ കൂടുതൽ കിട്ടാനായിട്ടേ ഈ വളഞ്ഞ വഴിയെ പോണോ? ഇതിലെ പോയാ മതി. ഈ കുണ്ടുകുഴിയുടെ വഴിയോ? അത് ഞങ്ങൾ സഹിച്ചോളാം. താ പോടോ. എന്താ അതിന് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്? വണ്ടി നിർത്തണോ? ഒരു ലോറി വണ്ടിയിലിരുന്ന് കരയുമ്പോഴാണോ വണ്ടി നിർത്തുന്നത്? വേഗം ആശുപത്രിക്ക് കൊണ്ടുപോകണോ? ഇപ്പൊ എല്ലാം ശരിയായി. മോള് കരയാതിരിക്കും. നല്ല വേദനയുണ്ടോ? സാരമില്ല മോളെ, നമ്മളിപ്പോ ആശുപത്രിയിൽ എത്തൂലേ. ഒന്ന് വേഗം വാ. എന്താ എന്ത് പറ്റി? എന്റെ പൊന്ന് സാറേ, ഈ പെങ്കൊച്ചിനെ കേട്ടിട്ട് ആ തള്ള എന്നെ കൊണ്ട് കുണ്ടുകുഴിയുള്ള വഴി കൂടെ വണ്ടി ഓടിപ്പിച്ചു. അലസിന്നാ തോന്നുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? രക്തം പോയത് കണ്ടില്ലേ? പെണ്ണുങ്ങൾക്ക് രക്തം പോണെന്ന് അന്വേഷിച്ചു നടക്കുന്നത്. വണ്ടി എടുത്തിട്ട് പോടോ. അതിന് എന്നോട് ചൂടാവുന്ന എന്തിനാ? ആഹാ. ഡോക്ടർ, ഞാൻ ആ കുട്ടിയുടെ റിലേറ്റീവ് ആണ്. എന്ത് പറ്റി? ഇറ്റ്സ് എ ഹാബിച്വൽ അബോർഷൻ. ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്നുകൊണ്ടാണോ? ടാക്സി പിടിച്ച് വന്നാൽ മതി, ഞാൻ പ്രത്യേകം പറഞ്ഞതാ. എന്തിനാ ഇത്രയും ക്രൂരത? നിങ്ങൾ ഒരു അമ്മയല്ലേ? താൻ എന്തോന്നായി പറയണത്? ഞാൻ മനസ്സാവാച കർമ്മണ. അല്ലെങ്കിൽ തന്നെ തനിക്കെന്നെ ഇത്രയ്ക്ക് തണ്ണം. ഞാനും കൂടെ മുൻകൈ എടുത്താ ഈ കല്യാണം നടത്തിയത്. തനിക്ക് നേട്ടോണ്ടായി കാണും. വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ. നീ ഉണ്ടായി. എന്ത് തെറ്റാ പെണ്ണ് നിങ്ങളോട് ചെയ്തത്? പറ. നിങ്ങൾ ചോദിച്ച പണം ഞാൻ തന്നില്ലേ? ആര് തന്നു? എപ്പ തന്നു? പ്രഭേ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാശ് നീ ഇവർക്ക് കൊടുത്തില്ലേ? പതുക്കെ എന്തിനെങ്കിലും ബഹളം വെക്കുന്നേ? കൊടുത്തോ ഇല്ലയോ പറയടി. ഇല്ല. ചോദിക്കുമ്പോ കാശ് കൊടുക്കാൻ മായ നിങ്ങളുടെ ആരാ? എന്റെ അനിയത്തിയല്ലേ. അവളുടെ കാര്യം നോക്കാൻ അവളുടെ കെട്ടിയനറിയാം. പ്രഭേ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും പബ്ലിക്കായിട്ട് ഒച്ചയെടുത്ത നാട്ടുകാർ വിചാരിക്കും നിങ്ങളുടെ കൊച്ചു അലസിപ്പോയെന്ന്. നിന്റെ കരണം പൊട്ടിച്ചൊന്ന് തരാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പരസ്യമായി ഭാര്യയെ തല്ലുന്ന ഒരു ചെറ്റ ഭർത്താവ് അല്ലാതായി പോയി ഞാൻ. എന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യയെ ഞാൻ ആഗ്രഹിച്ചത്. അവളെ അനുസരിക്കുന്ന ഒരു ഭർത്താവിനെ അവൾ ആശിച്ചത്. പൊരുത്തപ്പെടാൻ എനിക്കാവുന്നില്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളില. വിധിയാണ് കൈമളേട്ട, എല്ലാം വിധിയാ. വിധിയെ പഴിച്ചിട്ട് എന്താടാ കാര്യം? അതിനെ നേരിടുകയാണ് വേണ്ടത്. എങ്ങനെ എങ്ങനെ ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും? തല്ലിയ മാറുമോ? ശാസിച്ചാ മാറുമോ? ഇല്ലല്ലോ. അത് സ്വയം തോന്നി സ്വയം മാറേണ്ടതല്ലേ? അതെ, സ്വയം തോന്നി മാറണം. പക്ഷേ അതിനുള്ള വഴി നീ ഒരുക്കണം. മനസ്സിലായില്ല. എടാ, പ്രതീക്ഷിക്കാത്ത ഐശ്വര്യവും സമ്പത്തും കൈവന്നപ്പോൾ അതിര് കിടന്ന് അഹങ്കരിച്ച പെൺകുട്ടിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിലെ നീ പഠിച്ചിട്ടില്ലേ മൂഷിയ സ്ത്രീ പിന്നെയും മൂഷിയ സ്ത്രീയായ കഥ? കൈമളേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അതൊക്കെ പറയാം, അതിരിക്കട്ടെ. അമേരിക്കയിൽ നിന്ന് ആന്റി വരുന്നു എന്ന് കേട്ടല്ലോ, എന്നാ? അടുത്ത ആഴ്ച. ശേഖര, പെട്ടിയൊക്കെ എടുത്തു വെക്കൂ.